എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബ്ലാക്ക് ഹെന്നയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹെന്ന പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ 10 മിനിറ്റ് മതി. അപ്പം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു നെയിൽ ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുക്കേണ്ടത് ഒരു ഹെയർ കളറാണ്, അതായത് ബ്ലാക്ക് ഹെന്ന പൗഡർ ഇട്ടില്ലേ, അതാണ് എടുക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഹെയർ ഡൈ ആണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കുന്നതാണ് നല്ലത്. അപ്പം ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഈ ഒരു പൊടി എടുത്ത് ഇടുക. കുറച്ചെടുത്താൽ മതിയാവും. കുറച്ചെടുത്താൽ തന്നെ നമ്മുടെ ഇപ്പം നമ്മൾ കയ്യിലെ വിരലിന് മാത്രമാണ് ഇടുന്നതെങ്കിൽ അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം അത്രയും ആ ഒരു പൊടി എടുക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും എടുത്താൽ തന്നെ മതിയാവും. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. വെള്ളം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വിരലിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നഖത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നഖം ഒന്ന് ക്ലീൻ ചെയ്യുക. മുന്നേ ഇട്ട നെയിൽ പോളിഷ് ഒന്നും ബാക്കിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യം നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് നെയിൽസ് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വിരലിൽ അപ്ലൈ ചെയ്തിട്ട്, ഇപ്പം ചില ഹെയർ ഡൈ എന്ന് വെച്ചാൽ 5 മിനിറ്റ് വെച്ചാൽ മതിയാവും, ചിലത് 10 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിൽ എത്രയാണോ ടൈം പറഞ്ഞിരിക്കുന്നത് അത്രയും ടൈം നമ്മൾ വെക്കണം. അപ്പോൾ എൻ്റെതിൽ 10 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം കയ്യിലത്തെ അതൊന്ന് ഡ്രൈ ആവുന്നത് വരെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നല്ല കട്ടിക്ക് ഇടുന്നതാണ് നല്ലത്. പിന്നെ നഖത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നഖത്തിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സൈഡിലത്തെ സ്കിന്നിലൊന്നും ആവാതെയും ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി വരുന്നുണ്ട്, തിക്കായി വരുന്നുണ്ട്. ആവശ്യത്തിന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിത് 5 നഖത്തിൻ്റെ മേലെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ മാക്സിമം 10 മിനിറ്റേ ആവുള്ളൂ. അപ്പോൾ ഇതിപ്പം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ്. അപ്പോൾ കുറേ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പം വാഷ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് 10 മിനിറ്റത്തെ പണിയാണ്. നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു 2 ആഴ്ചയൊക്കെ ഇത് നിൽക്കും. നമ്മളിപ്പോൾ നെയിൽ പോളിഷാണ് ഇടുന്നതെങ്കിൽ നഖം ഇങ്ങനെ നെയിൽ പോളിഷ് ഇടയ്ക്കുന്നൊക്കെ ഇളകി പോവില്ലേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മൾ മൈലാഞ്ചിയൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ പോവുക അതുപോലെയാണ്. നഖം വളരുന്നതിനനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ കയ്യിൽ നിന്ന് ഫെയ്ഡായി പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നഖത്തിൻ്റെ കളർ കണ്ടോ, നല്ല നല്ല ഭംഗിയിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊരു മാറ്റ് ഫിനിഷാണ് വരിക. അപ്പം നെയിൽ പോളിഷ് ഒന്നും ഇടാൻ പറ്റാത്തവർക്കും അതുപോലെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി കഷ്ടപ്പെടാനും വയ്യ എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിലാരെങ്കിലും ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമുക്കിങ്ങനെ നഖത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.